നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കിലോയ്ക്ക് 1800 മുതൽ 2100 രൂപ വരെയും, വിളവെടുക്കുമ്പോൾ ഒരു പിടിക്ക് 50 രൂപ. കർഷകരുടെ പ്രതിസന്ധിക്ക് പിന്നിൽ കത്തുന്ന ചൂടും ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയും ചീര കർഷകരെ പ്രതിസന്ധിയിലാക്കി. വേനൽ മഴ കുടിവെള്ളക്ഷാമത്തിനും നേരിയ ആശ്വാസം നൽകിയെങ്കിലും ചീര ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് പുള്ളിരോഗം പിടിപെട്ടു. ഇത് വ്യാപകമായി പടർന്നതോടെ കർഷകർ ആശങ്കയിലാണ്. ഏക്കർ കണക്കിന് സ്ഥലത്തെ ചീരയാണ് രോഗം ബാധിച്ച് നശിക്കുന്നത്. പാതി വളർച്ചയെത്തിയ ചീരകളിലാണ് പുള്ളിരോഗം പ്രത്യക്ഷപ്പെടുന്നത്. ഇനി നിർത്തിയാലും രോഗം പടരുമെന്നതിനാൽ ചീര കൂട്ടത്തോടെ പിഴുത് വിൽക്കുകയാണ്. മുടക്കുമുതൽ പോലും കർഷകർക്ക് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. മഴയ്ക്ക് മുമ്പ് ഒരു പിടി ചീരയ്ക്ക് 50 രൂപയായിരുന്നു വില. കഴിഞ്ഞ ദിവസങ്ങളിൽ പാതി വില പോലും ലഭിച്ചില്ല. രാവിലെ വെള്ളം ഒഴിച്ചാലും വെയിൽ ഉറയ്ക്കുന്നതോടെ ചീര വാടി വീഴും. ഇത്തരം ചീരകൾ വാങ്ങാൻ ഉപഭോക്താക്കൾ തയ്യാറാകില്ല. വൈകിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച ശേഷമാണ് വിൽപ്പനയ്ക്കുള്ള ചീര തയ്യാറാക്കുന്നത്. കത്തുന്ന ചൂടിന് പിന്നിലെ അപ്രതീക്ഷിതമായ മഴ പെയ്താണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അടുത്തിടെ പാകിയ പയർ, പാവൽ, പടവലം എന്നിവയും നാശത്തിൻ്റെ വക്കിലാണ്. കുമിൾ രോഗം വന്നു കഴിഞ്ഞാൽ ഇലയ്ക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നോക്കാം. വേനൽക്കാലത്തും കുമിൾ രോഗ ഭീഷണി. സുതാര്യമായ ഇലകളിൽ പുള്ളികൾ പ്രത്യക്ഷപ്പെടും. മുകളിലും അടിയിലും ഒരുപോലെ പാടുകൾ. പിന്നീട് വലുതായി ഇലയിൽ നിന്ന് വേർപെടും. ഇത് ഇലയിൽ വലിയ ദ്വാരങ്ങൾ സൃഷ്ടിക്കും. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ രോഗം വേഗത്തിൽ പടരും. ഇലകൾ ഉണങ്ങുന്നതിനൊപ്പം ചെടിയുടെ വളർച്ചയും മുരടിപ്പിക്കും. വില കിലോയ്ക്ക് ചീര അരി 1800 രൂപ മുതൽ 2100 രൂപ വരെയാണ്. ഒരു പിടി ചീരയ്ക്ക് 40 രൂപ മുതൽ 50 രൂപ വരെയും. ചീരയ്ക്കിപ്പോൾ വൻ ഡിമാൻഡാണ്. ചീര ജ്യൂസ് രാവിലെ ശീലമാക്കുക. കുടവയർ വേഗത്തിൽ കുറയും. കുടവയർ വരുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ചെറുപ്രായത്തിലാവുമ്പോൾ. ജിമ്മിലൊക്കെ പോയി അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. അതുപോലെ വർക്കൗട്ട് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും. പക്ഷേ ഭാരം കുറയ്ക്കുന്നതും പൊണ്ണത്തടി കുറയ്ക്കുന്നതെല്ലാം ദൈർഘ്യമേറിയ ഒരു നടപടിയാണ്. അപ്പോൾ ചീരയ്ക്ക് വൻ ഡിമാൻഡുണ്ട്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.